പിന്നെന്താണ്, പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. നെഗറ്റീവ് കമൻറ്റുകളിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. എന്താണ്, എനിക്ക് ഓട്ടിസമാണ്, അത് ഓട്ടിസം ഒരു അസുഖമാണ്, അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് അല്ല. പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഇല്ല എന്ന് പറഞ്ഞ് പരത്തുന്നത് കുറേ കമൻറ്റുകൾ, കുറേ ഫേക്ക് ഐഡിയകൾ വന്ന് പരത്തുന്നു. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും, കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല, പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എനിക്കറിയില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഇനി കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്, ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും, അമ്മാതിരി നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ കൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെറ്റനിങ് കോൾസ്, പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ എന്നെയും ഉപദ്രവിക്കാനൊന്നും പോകില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് തിരക്കാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയിട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും, എത്ര നാണം കെടുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകണില്ല. ഓക്കെ, ബൈ. இவ்வளோ நாள் இது பண்ணாதவங்க இப்போ சடனாக வந்து ஒரு லேடி, உங்களுக்கே அது தெரியும், நான் யாருன்னு சொல்கிறது உங்களுக்கே தெரியும், அவங்க சடனாக வந்து ஏதோ தப்பாக ஏதோ சொல்கிறாங்க. பட் நாங்கள் எங்கள் சைட்லேருந்து நாங்கள் எதுவுமே, எங்கள் தப்பு எதுவுமே கிடையாது. என்ன கமெண்ட்ஸில் யார் கமெண்ட்ஸ் போட்டாங்க, யாரை பற்றி அவர் சொன்ன ஒரு லேடின்னு நான் பேர் கூட எடுத்து வரேன். இல்லை, நிற்கின்ற സ്ഥലത്ത് நிற்கணும். நிற்கின்றவர் நாங்கள் இவ்வளோ நாங்கள் அமைதியாக நாங்கள் எங்களுடைய நல்ல காரியங்கள் பார்த்துட்டு நாங்கள் சந்தோஷமாக போயிட்டுருக்கோம். எங்கள் இதில் வந்து டிஸ்டர்ப் பண்ணாமல் அவங்க வழி பார்த்துட்டு போனால் நல்லாயிருக்கும். அவ்வளோதான் நான் சொல்கிறேன். அது தேவையில்லாமல் தப்பாக மாமா பற்றி சொன்னால் அது எனக்கு அது பார்க்க முடியாது. எனக்கு அது சொல்கிறேன். நான் இப்பவும் சில உண்மைகளை சொல்லலை, அதுதான் நான் இப்பவும் சொல்கிறேன். அந்த ஒரு விஷயம் இருக்குது, அதை நான் உங்ககிட்ட சொல்லணும்னு இருக்கேன். ஆனால் மாமாக்காக தான் நான் அதை சொல்லாமல் இருக்கேன். அது சொன்னால் அது நல்லா இருக்காது, மற்றவங்களோட லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன். அவ்வளோதான். எப்படி இருக்கணுமோ அப்படி இருந்தால் கரெக்டாக அவங்க வழியில் இருந்தாங்கன்னா அது போதும். எங்களை டிஸ்டர்ப் பண்ணாமல் இருந்தால் சரி. நெக்ஸ்ட் டைம் எதனா டிஸ்டர்ப் பண்ணுற மாதிரி இருந்தால் அது என்னன்னு நான் கண்டிப்பாக சொல்லிடுவேன் மாமா. நான் உங்ககிட்ட கூட நான் பெர்மிஷன் கேட்க மாட்டேன். அடுத்த மாதத்துக்கு தானே உன்னை கண்ட்ரோல் பண்ண முடியுமா? என்னால வேற எத்தனை ஓவராச்சும் வேற ஒன்றும் இல்லை. ഇല്ല, അത് കൊഞ്ചം ഓവറാ പോത്. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. ഇതിപ്പം ബാലചേട്ടനെ ദ്രോഹിക്കുന്നവരെ പറ്റി ഉള്ള സത്യങ്ങളൊക്കെ ബാലചേട്ടൻ തുറന്നു പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം കുറച്ച് പ്രശ്നത്തിലായിരിക്കും. പക്ഷെ ഈ പറയുന്നവർ അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ ചൊല്ലട്ടുമാ, ഫോട്ടോ എടുക്കട്ടുമാ, ജീവിതം നഷ്ടപ്പെട്ടു പോകും. அப்படி பார்த்தா நெகட்டிவ் கமெண்ட்ஸ் எங்களுக்கும் தான் நிறைய வருது. அப்போ அதெல்லாம் அப்போ நாங்க അല്ല, அந்த மாதிரி കമന്റേ இல்லையே, ആരും പറഞ്ഞിട്ടില്ല. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ചുമ്മാ അവർ തന്നെ தமிழ்ல சொல்லுவாங்க, என் அப்பன் குதிரைக்குள்ள இல்லைன்ட்டு அவங்களே சொல்றாங்க. சத்தியங்களை அவங்களே திறந்து പറയുறாங்க. മനസ്സിലായില്ലേ? അവരെ സത്യം அவங்க വായ എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹവും ഞാൻ കൊടുക്കട്ടെ.
ആരെടുത്തും ഒന്നും തിരിച്ചു മേടിക്കാൻ എനിക്ക് ഒന്നുമില്ല. എല്ലാം എടുത്തിട്ട് പോട്ടെ, നന്നായിരിക്കട്ടെ, പോട്ടെ. കോകിലൊക്കെ അതേപോലെ ഇനിയും ആ ലേഡി വീണ്ടും ഇതേപോലെ കോൺട്രവേഴ്സി ആയിട്ട് വരുവാണെങ്കിൽ കോകിലൊക്കെ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ? கண்டிப்பா சொல்லுவேன், கண்டிப்பா சொல்லுவேன். അപ്പം இது மாமாக்காக நான் இந்த வாட்டி சொல்லாம இருக்கேன். நெக்ஸ்ட் டைம் எதனா நான் பார்த்தேன்னா ஏதாவது வந்ததுன்னா கண்டிப்பா நான் சொல்லுவேன். അത് പിന്നെ അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടായി. கிலோ கொடுத்துட்டு போதும்ல, ഇല്ല ക്ലൂ இதோட நின்றுவாங்கல்ல.